അമ്മമാർ അനാഥരാകുന്നത്, അല്ലെങ്കിൽ അവർ ആശ്രയ കേന്ദ്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അഭയ ഭവനങ്ങളിലേക്ക്, വൃദ്ധസദനങ്ങളിലേക്ക് പിന്തള്ളപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ ചിലപ്പോഴൊക്കെ വളരെ നിസ്സാരമായ കാര്യങ്ങളായിരിക്കാം. മക്കൾ എത്ര നിസ്സാരമായ കാര്യങ്ങളാണെങ്കിലും ആ നിസ്സാര കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ച് വളരെ വലിയതാക്കി മാറ്റിയിട്ട് അവരെ എന്താ പറയുക, സങ്കടത്തിൻ്റെ ഒരു വലിയ നടുക്കടലിലേക്ക് തള്ളിയിട്ടതിന് ശേഷം അവർക്ക് ഒന്നും പറ്റാത്ത ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സിനെ കൊണ്ടെത്തിക്കുകയും ആ മനസ്സിൽ അവർക്ക് വേദനയും അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളുമൊക്കെ നിറച്ചിട്ട് ഒരു പ്രത്യേക ചുറ്റുപാടുകളിൽ അവരെത്തുകയും ഒരുപക്ഷെ ഒരു ഭ്രാന്തിൻ്റെ തന്നെ ഭ്രാന്ത് എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോകാവുന്ന തരത്തിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്ക് അമ്മമാരെ നിർബന്ധപൂർവം തള്ളിയിടുന്ന മക്കൾ ധാരാളമുണ്ട്. ഇവിടെ കൗസല്യമ്മയുടെ ജീവിതത്തെക്കുറിച്ചിട്ടാണ് ഇന്ന് ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത്. അല്ലെങ്കിൽ ആ നേർക്കാഴ്ചകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കാട്ടിത്തരുന്നത്. ഏവർക്കും സ്നേഹ നമസ്കാരം. ട്രാവൽ വിസ്നുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒന്ന് കൊല്ലത്തേക്ക് യാത്ര ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ മഴയാണ്. ഈ യാത്ര പോവുക എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള സംഗതിയാണെങ്കിലും മഴക്കാലത്ത് ഇങ്ങനെ മഴ നോക്കിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ മിക്കവാറും ബസ്സിലൊക്കെ ഈ ഷട്ടറുകളൊക്കെ തുറന്നിട്ടിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചാറ്റൽ മഴയൊക്കെ അടിക്കുകയും ചിലപ്പോൾ ചില സ്ഥലത്തേക്കൊക്കെ നമ്മൾ പോകുമ്പോൾ അല്പം മഴ നനഞ്ഞു എന്നൊക്കെ ഇരിക്കും. അങ്ങനെ ഞാൻ കൗസല്യാമ്മയെ തേടിയുള്ള എൻ്റെ യാത്രയിൽ അല്പം മഴ നനയാനായിട്ടുള്ള സാഹചര്യമുണ്ടായി. ആ മഴയുടെ ആഫ്റ്റർ എഫക്റ്റാണ് ഒരു ചെറിയൊരു പനിക്കോള് പോലെയുണ്ട്. പനിക്കോളല്ല, ചെറിയൊരു ബോഡി പെയിനും അങ്ങനെ ഒരു സംഗതിയുണ്ട്. എനിവേ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. ഞാൻ കൗസല്യാമ്മയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ, ആ ജീവിതത്തിൻ്റെ നേർചിത്രം നിങ്ങളെന്ന് കാണിക്കുവാനായിട്ട് ഞാൻ കൊണ്ടുപോവുകയാണ്. ഞാൻ പറഞ്ഞു, എത്ര നിസ്സാരമായ കാര്യങ്ങളാണ് ഒരാളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നതല്ലേ. സ്വസ്ഥതയും സമാധാനവുമായിട്ടൊക്കെ ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ചില ആളുകൾ, നമ്മളെ സ്വീകാര്യമല്ലാത്ത ആളുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണെങ്കിലും എങ്ങനെയൊക്കെയാണെങ്കിലും നമ്മൾ ഒരാൾ വെറുത്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാളെ സ്വീകരിക്കാതെ പറ്റുന്ന ഒരവസ്ഥയായി കഴിഞ്ഞാൽ പിന്നെ അവരുടെ മനസ്സിലെ റിവഞ്ചാണ് എങ്ങനെയെങ്കിലും ഇവരെ പുകച്ച് പുറത്ത് ചാടിക്കുക, അല്ലെങ്കിൽ ഇവരെ എങ്ങനെയെങ്കിലും ഒഴിവാക്കുക. അപ്പോൾ ആദ്യമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ രീതികളിലൂടെയൊക്കെയാണ് റിയാക്ട് ചെയ്യുന്നത്. ആദ്യത്തെ ആ ചെറിയ ചെറിയ രീതികളൊക്കെ പിന്നീട് മാറി വലിയ വലിയ രീതികളിലേക്ക് മാറും. പിന്നീട് അത് ചിലപ്പോൾ കൊലപാതകത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെയാണ് പോകുന്നത്. ചിലപ്പോൾ അത് കൊലപാതകമാകാം, ചിലപ്പോൾ അത് കുടുംബ വഴക്കാകാം, ചിലപ്പോൾ അത് മറ്റു പല രീതിയിലേക്കും ഒരു ചെറിയ സംഗതിയിൽ നിന്ന് ആരംഭിക്കുന്ന ചില വസ്തുതകളായിരിക്കാം വളരെ വലുതായി മാറുന്നത്. ഇവിടെ കൗസല്യാമ്മയ്ക്ക് 73 വയസ്സുണ്ട്. 73 വയസ്സുള്ള കൗസല്യാമ്മ ഇപ്പോൾ താമസിക്കുന്നത് ഒരു അനാഥാലയത്തിലാണ്, ഒരു വൃദ്ധാശ്രമത്തിലാണ്. അത് കൊല്ലം ജില്ലയിലുള്ള ഒരു വൃദ്ധാശ്രമത്തിലാണ് അമ്മ ഇപ്പോൾ താമസിക്കുന്നത്. അമ്മ വൃദ്ധാശ്രമത്തിൽ എത്തുവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ കാരണമാണ്. നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ടോ അംഗീകരിക്കാനോ സാധിക്കാത്ത ചില കാര്യങ്ങളാണത്. അതായത് ഒരു 150 രൂപ മുതൽ 200 രൂപ വരെ വില വരുന്ന ഒരു സ്റ്റീൽ പാത്രം. ആ ഒരു സ്റ്റീൽ പാത്രമാണ് കൗസല്യമ്മയുടെ ജീവിതത്തിൽ അനാഥത്വം നിറയ്ക്കുകയും ഒറ്റപ്പിടിയിൽ നിറയ്ക്കുകയും അത് അമ്മയെ ഈ അനാഥാലയത്തിലേക്ക്, അല്ലെങ്കിൽ ഈ വൃദ്ധാശ്രമത്തിലേക്ക് അമ്മയെ എത്തിക്കുകയും ചെയ്തത്. എന്താണ് എന്ന് ചോദിച്ചാൽ, അമ്മയ്ക്ക് ഇപ്പോൾ 72 വയസ്സ് കഴിഞ്ഞ് 73 വയസ്സാകുന്നു. മകൻ്റെ കൂടിയാണ് അമ്മ താമസിക്കുന്നത്. സാരംഗ് എന്നാണ് അമ്മയുടെ മകൻ്റെ പേര്. മകന് 2 കുട്ടികളുണ്ട്. മരുമകളുടെ പേര് ജിഷ എന്നാണ്. അമ്മയ്ക്ക് സാരംഗിനെ കൂടാതെ മറ്റ് 3 മക്കൾ കൂടിയുണ്ട്. അവർ 3 പെൺമക്കളാണ്. അവരൊക്കെ പല സ്ഥലത്ത്, കോട്ടയം ജില്ലയിലെ പല സ്ഥലങ്ങളിൽ അവരെ വിവാഹം കഴിച്ച് അയച്ചിരിക്കുകയാണ്. അപ്പോൾ സാരംഗിൻ്റെ കൂടെ സാരംഗിൻ്റെ ഈ 73-കാരിയായ അമ്മ താമസിക്കുന്നതുകൊണ്ട് സാരംഗിൻ്റെ ഭാര്യയ്ക്ക് അമിതമായ പ്രശ്നമാണ്, അമിതമായ സമ്മർദ്ദമാണ്. അവർക്ക് ഒരു കാരണവശാലും അമ്മയെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല, അമ്മയെ സ്നേഹിക്കാൻ സാധിക്കുന്നില്ല, അമ്മയെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, അമ്മയോടൊത്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. ഈ കൗസല്യാമ്മ എന്ന് പറഞ്ഞ അമ്മയെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ വളരെ പഞ്ചപാവമായിട്ടുള്ളൊരമ്മയാണ്. അവരൊക്കെട്ട് ഒന്ന് സംസാരിക്കാൻ പോലും വളരെ മിതമായിട്ട് സംസാരിക്കുന്ന, ഒരു കാര്യങ്ങളിലും ഒന്നിനും ഇടപെടാത്ത
ഒരു വളരെ സാത്വികയായിട്ടുള്ള, വളരെ മിതഭാഷിയായിട്ടുള്ള, വളരെ എന്താ പറയുക, നമുക്ക് ചില അമ്മമാരൊക്കെ ഉണ്ടല്ലോ വളരെ എന്താ പറയുക, ആ രീതിയിലുള്ള വളരെ ശാന്ത സ്വഭാവക്കാരിയായ അമ്മമാർ. അത്തരത്തിലുള്ള വളരെ ശാന്ത സ്വഭാവക്കാരിയായ ഒരമ്മയാണ് ഈ കൗസല്യാമ്മ. ഇപ്പോൾ അപ്പോൾ ഇത്രമാത്രം ശാന്ത സ്വഭാവക്കാരിയായി മാറിയത് കൊണ്ട് മാത്രമാണ് ഈ അമ്മയ്ക്ക്, അതായത് പ്രതികരിക്കേണ്ട സമയത്ത് മരുമകളോടും മകളോടും വേണ്ട രീതിയിൽ പ്രതികരിക്കാതിരുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ കൗസല്യാമ്മ ഇന്ന് ഈ അനാഥാലയത്തിൻ്റെ മുറ്റത്തിരുന്ന് തേങ്ങുകയും കണ്ണുനീർ തുടയ്ക്കുകയും ചെയ്യുന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, വെറും ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ പേരിൽ, ഒരു പാത്രത്തിൻ്റെ പേരിൽ ഒരു അനാഥാലയത്തിലേക്ക് അമ്മയെ കൊണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ ആ വ്യാപ്തി എങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനാണ്? അപ്പോൾ എത്ര ഇടുങ്ങിയ ചിന്താഗതിയുള്ള മനസ്സുള്ള ആളുകളുടെ കൂടെയാണ് അമ്മ അവിടെ ജീവിച്ചത്, ഒന്ന് മനസ്സിലാക്കണം അല്ലേ? അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ജിഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ജിഷയുടെ പാത്രത്തിൽ ആരും ഭക്ഷണം കഴിക്കുന്നത് ജിഷയ്ക്ക് ഇഷ്ടമില്ല. ജിഷ മറ്റാരുടെ പാത്രത്തിലും ഭക്ഷണം കഴിക്കാറുമില്ല എന്നാണ് ജിഷ പറയുന്നത്. ജിഷയുടെ പാത്രം ജിഷയുടെ മാത്രമുള്ള പാത്രമാണ്. അത് കുട്ടികൾക്കാണെങ്കിലും ഭർത്താവിനാണെങ്കിലും ആർക്കും അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്, ഈ നമ്മുടെ സാരംഗിൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാരംഗിൻ്റെ അച്ഛന് വലിയ തളികകളാണ്, സ്റ്റീലിൻ്റെ തളികകളിൽ മാത്രമാണ് അയാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം മരണപ്പെട്ടു പോയി. ശ്രീധരൻ എന്നായിരുന്നു പേര്. അപ്പോൾ അദ്ദേഹം ഈ കോട്ടയം മാർക്കറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹം എല്ലാവർക്കും ഈ വലിയ വലിയ സ്റ്റീൽ തളികകളാണ് അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നത്. അതുകൊണ്ട് എല്ലാവരും വലിയ സ്റ്റീൽ പാത്രങ്ങളിലാണ്, വലിയ സ്റ്റീൽ തളികകളിലാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ തളികകളുണ്ട്. എല്ലാ തളികകളിലും അതിനകത്ത് പേരും എഴുതിയിട്ടുണ്ട്. അത് ചില കീഴ്വഴക്കങ്ങളാണ്, ചിലർ അങ്ങനെ ചെയ്യുന്നതായിരിക്കും. ചില വലിയ കഞ്ഞിയൊക്കെ നമുക്ക് കുടിക്കുന്നത്, കഞ്ഞിയും കറിയും അല്ല ചോറും കറികളും ഒക്കെ വലിയ സ്റ്റീൽ, എനിക്ക് അങ്ങനെ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ കഴിക്കാറുണ്ട്. സന്ദർഭവശമായി ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കൽ അമൃത ആശ്രമത്തിൽ പോകുമ്പോൾ, നമ്മൾ വള്ളിക്കാവൽ പോകുമ്പോഴേക്കും അവിടെ ആശ്രമത്തിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ തരുന്ന വലിയ സ്റ്റീൽ തളികകളിലാണ്, ഓർത്തപ്പോൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ സാരംഗിൻ്റെ വീട്ടിലും എല്ലാവർക്കും വലിയ സ്റ്റീൽ തളികകളുണ്ട്. അതുപോലെ തന്നെ ജിഷയ്ക്ക് സ്റ്റീൽ തളികയുണ്ട്, സാരംഗിനുണ്ട്, കുഞ്ഞു മോൾക്കുണ്ട്, അമ്മയ്ക്കുണ്ട്, എല്ലാവർക്കും സ്റ്റീലിൻ്റെ തളികകളുണ്ട്. അപ്പോൾ ഈ അമ്മയ്ക്ക് പ്രായമായതുകൊണ്ട് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, അമ്മ അടുക്കളയിലേക്ക് കയറുകയോ ഒന്നുമില്ല, വീട്ടിൻ്റെ തിണ്ണയിൽ മാത്രം ഇങ്ങനെ ഇരിക്കുകയാണ്. ചില സമയത്ത് TV അവർ വെച്ച് കൊടുത്താൽ അത് കണ്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മുറ്റത്തിരുന്ന് വെയിൽ കായും, റൂമിൽ കിടക്കും. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. വേറെ ഒന്നും ഉള്ള പ്രക്രിയയ്ക്കുള്ള അമ്മയ്ക്ക് അതിനുള്ള ആരോഗ്യസ്ഥിതി അമ്മയെ അതിന് അനുവദിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണമൊക്കെ അമ്മയ്ക്ക് സമയത്തിന് എത്രയാണെങ്കിലും, സാരംഗിന് അമ്മയോട് ഇഷ്ടമാണ്, അമ്മയോട് സ്നേഹമുണ്ട്. സമയാസമയം അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കണം, അമ്മയ്ക്ക് മരുന്നുകൾ കൊടുക്കണം, അതൊക്കെ ജിഷയെ പറഞ്ഞ് ഏർപ്പെടുത്തിയ ആളാണ് സാരംഗ്. അതുകൊണ്ട് വലിയ മുറുമുറുപ്പും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിലും അമ്മയോടുള്ള സാരംഗിൻ്റെ സ്നേഹവും ആ ഒരു ആത്മാർത്ഥതയും ആത്മാർപ്പണവും ഒക്കെ ഉള്ളത് കൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ അമ്മയ്ക്ക് ജിഷ ചോറും കറികളും ഒക്കെ ചിലപ്പോൾ കൊടുക്കുന്നത് 1 മണിക്ക് 2 മണിക്ക് എപ്പോഴെങ്കിലുമൊക്കെയാണ് കൊടുക്കുന്നത്. ആ സമയത്ത് കൊണ്ട് വിളമ്പി അവിടെ കൊണ്ട് വെക്കും. വെച്ചിട്ട് അവിടെ കൊണ്ട് വെക്കത്തേ ഉള്ളൂ. അമ്മ നോക്കും, അമ്മയ്ക്ക് വിശക്കുമ്പോൾ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് നോക്കും, തൻ്റെ ഭക്ഷണം വന്നിട്ടുണ്ടോ എന്ന്. ചിലപ്പോൾ ജിഷയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഫോണിലെ കളിയൊക്കെ കഴിഞ്ഞ് ചാറ്റിങ്ങും എല്ലാം കഴിഞ്ഞ ശേഷം ചിലപ്പോൾ 2-2:30 ആകുമ്പോഴായിരിക്കും കൊടുക്കുക. അമ്മ എത്ര പറഞ്ഞാലും ജിഷയ്ക്ക് തോന്നുമ്പോൾ മാത്രമേ ജിഷ അത് കൊടുക്കാറുള്ളൂ. രാവിലത്തെ ഭക്ഷണത്തിൻ്റെ സമയത്ത് സാരംഗുള്ളത് കൊണ്ട് സമയത്ത് കൊടുക്കും. വൈകുന്നേരവും സാരംഗുള്ളത് കൊണ്ട് വരുന്ന സമയത്തായതുകൊണ്ട് അത് അമ്മയ്ക്ക് സാരംഗ് ജോലി കഴിഞ്ഞ് വരുന്നതിന് മുൻപ് അമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തിരിക്കണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് കൊണ്ട് വൈകുന്നേരത്തെ ഭക്ഷണം അല്പം നേരത്തെ കൊടുക്കും. ഉച്ചയ്ക്കത്തെ ഭക്ഷണം അമ്മയ്ക്ക് എത്ര വിശന്നാലും, അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ളതാണ്, അപ്പോൾ അമ്മയ്ക്ക് വിശപ്പുണ്ട്, സമയത്ത് കറക്റ്റായിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ള ആ ഒരു രീതിക്കാരിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ രീതിയിലേക്ക് പോകുന്നത്? ജിഷ ഭക്ഷണം വിളമ്പി വെക്കുകയാണ് ചെയ്യുന്നത്. വിളമ്പി വെച്ച് അമ്മ എടുത്ത് കഴിക്കുകയാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ജിഷ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ജോലിയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഉച്ചയ്ക്ക് ഒരു 1 മണിയോടുകൂടി ജിഷ ബാങ്കിലേക്കൊന്ന് പോയി. ബാങ്കിൻ്റെ ടൈമിങ് 2 to 2:30 മറ്റോ ആണ് ലഞ്ച് ബ്രേക്ക്. അപ്പോൾ അതിനു മുമ്പ് പോയതാണ് ജിഷ. അപ്പോൾ അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കാതെയാണ് ജിഷ പോയത്. വന്നിട്ട് കൊടുക്കാം എന്ന് കരുതിയായിരിക്കാം പോയിരുന്നത്. അപ്പോൾ ജിഷ പോയി ബാങ്കിൽ പോയിട്ട് വന്നപ്പോൾ അമ്മ ഇങ്ങനെ ഇരുന്നു. സമയമായി 1 മണിയായി, 1:30ആയി, 2:00ആയി, 2:30ആയി. അമ്മയ്ക്ക് വിശന്നിട്ട് വയ്യ. രാവിലെ 2 ഇഡ്ഡലിയാണ് അമ്മയ്ക്ക് കൊടുത്തത്. 2 ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ നമ്മൾ എൻ്റെ വീട്ടിലെ പൂച്ചക്കുഞ്ഞ് കഴിക്കും 2 ഇഡ്ഡലി. അപ്പോൾ അതൊന്നും ചിലപ്പോൾ ഒരു പക്ഷേ വയറ് നിറഞ്ഞു എന്ന് വരികയില്ല, മരുന്നൊക്കെ കഴിക്കുന്നതല്ലേ. അപ്പോൾ അമ്മ ഇങ്ങനെ നോക്കി അടുക്കളയിൽ ചെന്നപ്പോഴേക്കും പാത്രങ്ങളൊക്കെ നോക്കിയിട്ട് അമ്മ കിട്ടിയ ഒരു പാത്രത്തിൽ ഇച്ചിരി ചോറും കറികളും എടുത്തിട്ട് അമ്മ ഡൈനിങ് ടേബിളിൽ വന്ന് അത് കഴിച്ച് പാത്രമൊക്കെ കഴുകി വൃത്തിയായി അമ്മ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു. ജിഷ വന്നപ്പോഴേക്കും നോക്കിയപ്പോഴേക്കും അമ്മ ഭക്ഷണം കഴിച്ചിരിക്കുന്നു, പാത്രം കഴുകി വെച്ചിരിക്കുന്നു. ജിഷ നോക്കിയപ്പോൾ ജിഷയുടെ പാത്രത്തിൽ മറ്റുള്ള പാത്രമൊക്കെ ഉണങ്ങിയിരിക്കുകയാണ്, സ്റ്റീൽ പാത്രമല്ല. ജിഷയുടെ പാത്രം നനഞ്ഞിരിക്കുന്നു. ജിഷ അമ്മയുടെ അടുത്ത് വന്ന് പാത്രം എടുത്തു നിന്നു.
പറഞ്ഞ ഭാഷയൊക്കെ വേറെയാണ്. കഴിച്ചോ എന്ന് ചോദിച്ചു, കഴിച്ചു. ആരോട് ചോദിച്ചിട്ട് കഴിച്ചു എന്ന് ചോദിച്ചാൽ എനിക്ക് വിശന്നിട്ട് വയ്യായിരുന്നു മോളെ, അപ്പോൾ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റാതെയായി, അതുകൊണ്ട് ഞാൻ കഴിച്ചതാണ്. അപ്പോൾ ജിഷ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചാൽ, ജിഷ അമ്മയ്ക്ക് അടുത്ത് വന്നിട്ട് എൻ്റെ പാത്രത്തിൽ തിന്നാൻ എൻ്റെ സ്വന്തം അമ്മ പോലും എൻ്റെ പാത്രത്തിൽ, എൻ്റെ മക്കൾ പോലും എൻ്റെ പാത്രത്തിൽ കഴിക്കുന്ന ഇഷ്ടമില്ല, നിങ്ങൾ എൻ്റെ പാത്രം എടുത്ത് കഴിച്ചു തള്ളേന്ന് പറഞ്ഞിട്ട് ആ പ്രായമായ 73-കാരിയായ അമ്മയുടെ കവിളിൽ ആഞ്ഞടിക്കുകയാണ് ജിഷ ചെയ്തത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പല പ്രാവശ്യമായിട്ട് അവരെ ഇഷ്ടമില്ലായ്മ വരുമ്പോൾ അത് നമ്മൾ പ്രകടിപ്പിക്കാനുള്ളൊരു മാർഗ്ഗമായിരിക്കാം ചിലപ്പോൾ അത്. ആ ഫ്ലക്ച്വേഷൻ ഇങ്ങനെ കിടന്നിട്ട് അത് വളരെ ക്രൂരം, അത് വളരെ നമ്മുടെ മനുഷ്യരായിട്ടുള്ള സാധാരണഗതിയിലുള്ള ആളുകളൊന്നും അങ്ങനെ ചെയ്യുകയില്ല. പ്രായമായ 73 വയസ്സുള്ള ഒരു അമ്മേനെ സ്വന്തം പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ അടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത് എന്ന് ആലോചിച്ച് നോക്കുക. അമ്മയുടെ മുഖം നീര് വന്നു, അടിച്ച് അത്ര ശക്തമായിട്ടാണ് അടിച്ചത്. അമ്മയുടെ 3 പല്ലുകൾ ഇളകി വെളിയിലേക്ക് വന്നു. അത്ര ശക്തിക്കാണ് ജിഷ അടിച്ചത്. അമ്മ കരഞ്ഞില്ല, നിലവിളിച്ചില്ല. അമ്മയ്ക്ക് കണ്ണിൽ തലയിലും ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. അമ്മ പോയി മുറിയിൽ പോയി ഒന്നും പറയാതെ കിടന്നു. വൈകുന്നേരം അമ്മ വരുന്നതിന് മുൻപ് തന്നെ ജിഷ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ്. സാരംഗ് വരുമ്പോഴേക്കും ചില കാര്യങ്ങൾ പറയുവാനായിട്ട്. ഈ കാര്യങ്ങളെ ഊതിപ്പെരുപ്പിച്ചിട്ട് സാരംഗിനോട് ജിഷ പറഞ്ഞു, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾ പോലും എൻ്റെ പാത്രത്തിൽ ഭക്ഷണം കഴിക്കുന്നത് എനിക്കിഷ്ടമില്ലാത്ത കാര്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഈ 70 കഴിഞ്ഞ് തള്ളയ്ക്ക് അവിടെ ഇരുന്നാൽ പോരെ, അവർക്കൊരു അല്പസമയം ഒന്ന് വെയിറ്റ് ചെയ്യാൻ പാടില്ലാത്തതുകൊണ്ട് അവർ വന്ന് എൻ്റെ പാത്രം എടുക്കുകയും കഴുകുകയും അത് കഴിച്ചിട്ട് ആരും അറിയാത്ത പോലെ കൊണ്ട് കമത്തി അവിടെ കൊണ്ടുവച്ചു, അതാണ് ഇതാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ജിഷ സാരംഗിനോട് പലതും അമ്മയെക്കുറിച്ച് ചില ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മൾ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിലും മക്കളാണെങ്കിലും ഒക്കെ ചില സമയത്ത് പ്രതികരിക്കുമ്പോഴേക്കും അതിന് ചില രീതികളുണ്ട്. എന്താ പറയുക, നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ആരോടാണെങ്കിലും അത് പ്രതികരിക്കുന്നത്. സാരംഗ് ജിഷ പറയുന്നത് കേട്ടപ്പോൾ ശരിയാണ്, അമ്മയ്ക്ക് അതിൻ്റെ ആവശ്യമുണ്ടായിരുന്നില്ല, അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. അവർ ഇത്രയും നാൾ ഭക്ഷണം വിളമ്പി കൊടുത്താണ്. ജിഷ ചോദിക്കാനായിട്ട് അമ്മയുടെ മുറിയിലേക്ക് ചെന്നു. അമ്മയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ സാരംഗിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അമ്മയുടെ മുഖം നീര് വന്നു വീർത്ത് കവിള് ഒരു വല്ലാത്ത അവസ്ഥയിലായിരിക്കുന്നു. തൻ്റെ വായിൽ നിന്നും തെറിച്ചുപോയ, അമ്മ കൈ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. വായിൽ നിന്നും തെറിച്ചുപോയ 3 പല്ലുകൾ അമ്മ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ജിഷ സാരംഗ് വന്ന് അമ്മയോട് ചോദിച്ചു, അമ്മയുടെ മുഖത്തിന് എന്ത് പറ്റി, എന്താണ് അമ്മ ഇങ്ങനെ ഇരിക്കുന്നത്? സാരംഗ് വല്ലാത്തൊരവസ്ഥയിൽ അമ്മയോട് ചോദിക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ, എനിക്ക് ഉച്ചയ്ക്ക് 2:30-3 മണിയായപ്പോൾ വിശപ്പ് സഹിക്കാൻ കാടില്ലാതെ ആയിപ്പോയി, മരുന്ന് കഴിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ അവളെ നോക്കിയിരുന്നത് ജിഷയെ കണ്ടില്ല. ഞാൻ അടുക്കളയിൽ കയറി കിട്ടിയ പാത്രം, എനിക്ക് ഈ 10-72 വയസ്സായില്ലേ, കണ്ണൊന്നും പിടിക്കത്തില്ല, എൻ്റെ പാത്രം തിരിച്ചറിയാനുള്ള ശക്തിയോ അല്ല ഓർമ്മശക്തിയോ അതിനുള്ള വിവേചന ബുദ്ധിയൊന്നും എനിക്കില്ല. കിട്ടിയ പാത്രത്തിൽ ഞാൻ അല്പം ചോറും കറിയും ഇട്ട് കഴിച്ചു. അതിന് നിൻ്റെ മകൾ ഭാര്യ എനിക്കുന്ന സമ്മാനമാണ്. നോക്കൂ, എൻ്റെ ഈ 3 പല്ലുകൾ, എൻ്റെ മുഖത്തേക്ക് നോക്കൂ. എനിക്ക് പരാതിയില്ല, മോൻ എന്നെ ഒരു കാര്യം ചെയ്യണം, ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ശരിയാകില്ല. എന്നെ ഇവിടുന്ന് ദയവായി, ഞാൻ നിൻ്റെ കാല് പിടിക്കാം, എന്നെ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഒന്ന് ഇറക്കി വിടണം. അല്ലെങ്കിൽ നീ എന്നെ ഏതെങ്കിലും അമ്പലനടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ ട്രാക്കിലോ എന്നെ കൊണ്ടുവന്ന് ഇരുത്തിയാൽ മതി. ട്രെയിനിൽ വന്ന് ഞാൻ കയറി ചത്തോട്ടെ, സാരമില്ല. ഞാൻ 10-73 വയസ്സായ സ്ത്രീയല്ല, എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടാണ്, എനിക്ക് മാനസിക പ്രശ്നങ്ങളാണ്. എൻ്റെ മക്കളുണ്ട്, എനിക്ക് പെൺമക്കൾ, അവരുടെ വീട്ടിലേക്കൊന്നും പോയി എനിക്ക് താമസിക്കാൻ പറ്റുകയില്ല. നിനക്കറിയാം അവരുടെ സാഹചര്യം. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ എന്നെ ഇപ്പോൾ തന്നെ എനിക്ക്, അല്ലെങ്കിൽ ഞാൻ ജലപാനം പോലും കഴിക്കുകയില്ല, ഒന്നുകിൽ എന്നെ ഇവിടെ നിന്ന് എവിടേക്കെങ്കിലും എന്നെ ഒന്ന് കൊണ്ടാക്കി തരണം, എനിക്ക് വയ്യ, മരിക്കാനായിട്ട് എന്നെ കൊണ്ടാക്കിയാലും എൻ്റെ പൊന്ന് മോനെ, ഞാൻ നിന്നോട് അപേക്ഷിക്കുകയാണ്, നിൻ്റെ കാല് പിടിക്കുകയാണെന്ന് കരഞ്ഞ് അമ്മ പറഞ്ഞ സമയത്ത് സാരംഗിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അയാൾക്ക് എന്തൊക്കെയാണെങ്കിലും അമ്മയെ അത്രമാത്രം സ്നേഹമാണ് സാരംഗിന്. സാരംഗ് അമ്മയെ അവിടെ നിന്ന് ആ സമയത്ത് തന്നെ വണ്ടിയിൽ കയറ്റി തൻ്റെ സഹോദരിയുടെ വീട്ടിലേക്കാണ് സാരംഗ് കൊണ്ടുവരിക. കാരണം വൈകുന്നേരമായി, രാത്രിയായിരുന്നല്ലോ. അങ്ങനെ അമ്മ പറഞ്ഞു, കാരണം അമ്മ ജലപാനം പോലും കഴിക്കുന്നില്ല, അമ്മയ്ക്ക് അവിടെ നിന്ന് മാറണമെന്ന് പറഞ്ഞു. സഹോദരിയുടെ വീട്ടിൽ കൊണ്ടുപോയപ്പോഴും അമ്മ പറഞ്ഞു, ഞാനിവിടെ നിൽക്കില്ല, ഒരു രാത്രി ഞാനിവിടെ നിൽക്കാം, നാളെ രാഖി രാമായണം പകൽ എന്നെ എവിടെയെങ്കിലും കൊണ്ടാക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് സാരംഗ് നമ്മുടെ കൗസല്യ അമ്മയുമായിട്ട് കൊല്ലത്ത് വരികയും ഈ വൃദ്ധസദനത്തിൽ അമ്മയെ ആക്കുകയും ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ ടോപ്പിക്ക് അമ്മ വൃദ്ധസദനത്തിലായി. അവിടെ സാരംഗ് അമ്മയെ കൊണ്ടാക്കി. അമ്മ സങ്കടകരമായ അവസ്ഥകളാണ്. കാരണം ഇതുപോലെയുള്ള ധാരാളം അവസ്ഥകളിൽ കൂടി കടന്നു വന്ന ധാരാളം അമ്മമാർ ആ വൃദ്ധസദനത്തിൽ കൊല്ലത്ത് താമസിക്കുന്നുണ്ട്. ഞാനതിൻ്റെ പേരെടുത്ത് പറയുകയോ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇത് എന്നോട് പറഞ്ഞപ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി അറിയുവാനായിട്ടാണ് ഞാനിവിടെ വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും തിരക്കുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, സ്വാഭാവികമായിട്ടും തൻ്റെ സാരംഗ് അമ്മയെ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടാക്കി എന്നതുകൊണ്ട് മാത്രം ആ വീട്ടിലെ പ്രശ്നങ്ങൾ ഒതുങ്ങിയില്ല, അവസാനിച്ചില്ല. തൻ്റെ ഭാര്യ തൻ്റെ അമ്മയെ അടിച്ച് പല്ല് കുഴിച്ച് താഴെയിട്ടു. അമ്മയെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കേണ്ട ഗതികേടിലേക്കെത്തി. കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്.
സാരംഗം ജിഷയുമായിട്ടുള്ള ബന്ധം അതോടുകൂടി സുദൃഢമാവുകയും സന്തോഷകരമായി മാറുകയോ ഒക്കെ ആകും എന്നായിരുന്നു ജിഷ കരുതിയത്. പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല സംഭവിച്ചത്. കാരണം തൻ്റെ അമ്മയെ അംഗീകരിച്ചില്ല എന്നുള്ള കാര്യം സാരംഗിന് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അവരെ ഇതുപോലെ അടിച്ച് കരണക്കുറ്റി നോക്കി അടിക്കുകയും പല്ല് ഒഴിച്ച് താഴെയിടുകയും ചെയ്ത ഭാര്യയുടെ കൂടെ താമസിക്കാനായിട്ട് സാരംഗിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അടുത്ത ദിവസം തന്നെ സാരംഗ് ജിഷയുടെ മാതാപിതാക്കളെ വിവരം അറിയിക്കുകയും ജിഷയെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണമെന്ന് പറഞ്ഞ് അവരങ്ങനെ പോകാൻ തയ്യാറായില്ല. അങ്ങനെ സാരംഗ് കുടുംബ കോടതിയിൽ കേസ് കൊടുക്കുകയും ഇപ്പോൾ ജിഷയും കുട്ടികളും ആ വീട്ടിൽ താമസിക്കുന്നുണ്ട്. ഡിവോഴ്സ് കേസ് നടക്കുകയാണ്. അത് ഇപ്പോൾ സാരംഗ് മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. കാരണം ആ വീട്ടിൽ താമസിക്കാൻ സാധിക്കത്തില്ല, ഭാര്യയും കുഞ്ഞുങ്ങളുമുണ്ട്. ആ വീട് ജിഷയുടെ പേരിൽ സാരംഗ് വാങ്ങിയ വീടാണ്. അപ്പോൾ അങ്ങനെ ചില കുപിത്തരങ്ങളൊക്കെ ചില ഭർത്താക്കന്മാർ അങ്ങനെ ചെയ്തു വെക്കും. നമ്മൾ ചിലപ്പോൾ സ്നേഹമുള്ള സമയത്തോ, സ്നേഹത്തിൻ്റെ കാര്യമല്ല, ഭാര്യമാരോട് നമുക്കൊരു പ്രതിബദ്ധതയും അല്ല അവരോടുള്ള ഒരു സമർപ്പണമോ അല്ലെങ്കിൽ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഭാര്യമാരുടെ പേരിൽ അങ്ങനെ വാങ്ങിച്ചു നൽകാറുണ്ട്. പിന്നീട് അതോർത്ത് പശ്ചാത്തപിക്കുകയും ഭാര്യമാർ തന്നെ ഭർത്താക്കന്മാരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്ന ഗതികേടിലേക്കൊക്കെ എത്താറുണ്ട്. സാരംഗ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്ത് കോട്ടയത്ത് തന്നെ വടവാതിലുള്ളൊരു സ്ഥലത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അപ്പോൾ ആ സംഗതി കൊണ്ട് ഇപ്പോൾ അമ്മ അനാഥാലയത്തിലേക്ക് മാറി, സാരംഗ് വാടക വീട്ടിലേക്ക് മാറി, ജിഷ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുപക്ഷെ ആ വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് എന്ത് മാനസിക സംതൃപ്തിയാണ് ജിഷ നേടിയെടുത്തത് എന്നറിയില്ല. ചെറിയൊരു സംഗതി, തൻ്റെ ഭർത്താവിൻ്റെ 73-കാരിയായ അമ്മ, അവർക്ക് ഓർമ്മയില്ലാത്ത സ്ത്രീയാണ്, അവർക്ക് വളരെ പ്രായം ചെന്ന സ്ത്രീയാണ്, വളരെ സ്വാത്വികയായിട്ടുള്ള സ്ത്രീയാണ്. തൻ്റെ പ്ലേറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ അത്രമാത്രം പീഡിപ്പിക്കുകയും അത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കുകയും ആ രീതിയിലേക്ക് ചെയ്യുകയും ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? തൻ്റെ തന്നെ ജീവിതം ഇല്ലാതെയായി മാറുകയാണ് ചെയ്തത്. ഒരിക്കലും സാരംഗ് ഇനി ജിഷയുടെ കൂടെ പോയി മറ്റൊരു ജീവിതം അയാൾ ചെയ്യുകയില്ല, അത് ഉറപ്പാണ്. അപ്പോൾ ഞാനടക്കമുള്ള പലരും കൗൺസിലിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ സാരംഗിനെ ഉപദേശിച്ചു. സാരമില്ല, അമ്മയ്ക്ക് ഇത്രയും പ്രായമായില്ലേ, അമ്മ ഇപ്പോൾ അവിടെയാണല്ലോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ജിഷയുടെ കൂടെ ഒപ്പം പോയി താമസിക്കാം എന്ന് പറയുമ്പോൾ സാരംഗ് ചോദിക്കുന്നത്, അമ്മയ്ക്ക് പ്രായമായി ശരിയാണ്, ഇപ്പോൾ ആ അമ്മ ഒന്നും ചെയ്യാഞ്ഞിട്ട് അമ്മയുടെ കർണത്തടിച്ച് പല്ലടിച്ച് താഴെയിട്ട ജിഷ നാളെ എനിക്ക് വയ്യാതെയാകുമ്പോൾ, എനിക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഞാനൊന്ന് വീണ് കിടന്നു കഴിഞ്ഞാൽ അവരെന്നെ കൊന്നു കളയില്ല എന്നുള്ളതിന് എനിക്ക് എന്ത് ഉറപ്പാണുള്ളത്? കുടുംബക്കോടതി തീർച്ചയായിട്ടും വളരെ വേഗം തന്നെ കേസിൻ്റെ വളരെ വേഗത്തിലാണ് പോകുന്നത്. കാരണം അവർക്ക് ഡിവോഴ്സ് ഏറ്റവും വേഗത്തിൽ തന്നെ ലഭിക്കും. അതാണ് സാരംഗിൻ്റെ ചോദ്യം. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് മിക്കവാറും കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുകയും അമ്മമാർ അനാഥകളായി മാറുകയും ആശ്രയമില്ലാത്തവരായി മാറുകയും ഇതുപോലുള്ള അനാഥത്വത്തിൻ്റെ നൊമ്പരവും പേറി കണ്ണുനീരും കയ്യുമായിട്ട് അനാഥാലയങ്ങളിൽ കഴിയേണ്ടി വരുന്നത്. നമുക്ക് ചെറുപ്പക്കാരായിട്ടുള്ള ഈ ആളുകളോട് അല്ലെങ്കിൽ മക്കളോട് മരുമക്കളോടൊക്കെ അവർക്കൊക്കെ ഒരല്പം ഒന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ, പ്രായമുള്ള ആൾക്കാരോട് അല്പം ഒരു ബഹുമാനത്തോടു കൂടി ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ, അവരെ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പലതും നമുക്ക് കാര്യം ശരിയാണ്. അവരുടെ ഭാഗത്ത് കുറ്റമുണ്ടാകാം, തെറ്റുണ്ടാകാം, അവർ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും പെരുമാറിയൊന്നും ഇരിക്കില്ല. പക്ഷേ അവർക്ക് നമ്മൾ ജീവിക്കുന്നത്രയും കാലം ഒരിക്കലും എന്താണെങ്കിലും അവർ ജീവിക്കില്ല. 5, 10, 15 വർഷം ഒരു പക്ഷേ അവർ മുന്നോട്ട് പോകുമായിരിക്കും. ഒന്ന് കണ്ണടച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രമാത്രം സഹിച്ചൊക്കെ നമ്മൾ ജീവിതം മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ, കുടുംബം എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. പരസ്പര വിശ്വാസവും സ്നേഹവും സഹിഷ്ണുതയും ആത്മാർപ്പണവും ഒക്കെ ഉണ്ടെങ്കിലാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. നമ്മളെ കണ്ടാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത്. നാളെ ജിഷയ്ക്ക് 2 കുട്ടികളുണ്ട്. പക്ഷേ ജിഷ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് പോലും തൻ്റെ പാത്രത്തിൽ ഭക്ഷണം കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ജിഷയുടെ മാനസികാവസ്ഥ നമുക്ക് ആലോചിക്കാൻ സാധിക്കുന്നുണ്ടോ? ശരിയാണ്, ചില ആളുകൾ അങ്ങനെയാണ്. അവർക്ക് പ്രത്യേക തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളോ സ്വഭാവ വൈചിത്ര്യങ്ങളൊക്കെ ഉള്ള ആളുകളായിരിക്കാം നമ്മളൊക്കെ. പക്ഷേ അതൊരിക്കലും മറ്റുള്ള ഒരാളുടെ, അതിൻ്റെ പേരിൽ മറ്റൊരാളുടെ ഒരു ജീവിതം തന്നെ തകർന്ന് തരിപ്പണമായി പോവുക, നമ്മുടെ ജീവിതം തന്നെ തകർന്ന തരിപ്പണമായി പോവുക, നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതെയായി മാറുക എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് സങ്കടകരമായ വസ്തുതയാണ്. പല അനാഥാലയങ്ങളിലും പല വൃദ്ധാശ്രമങ്ങളിലും പല ഓർഫനേജുകളിലും ഞാൻ പോകുമ്പോൾ അമ്മമാരെ അവിടെ കൊണ്ട് മക്കൾ അവിടെ കൊണ്ടാക്കുന്നത് വളരെ തുച്ഛമായ വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് അവരവിടെ എത്തപ്പെടുകയും അതങ്ങനെ സഹിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിനുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ സ്വത്തും പണവും മറ്റുള്ള കാര്യങ്ങളും അതുമൊക്കെ ഉണ്ടെങ്കിലും അത് ചില കേസുകളിൽ മാത്രമാണ് അങ്ങനെ വരുന്നത്. ചിലർക്ക് അമ്മമാർ തൻ്റെ കൂടെ താമസിക്കുന്ന ചില മരുമക്കൾക്ക് അങ്ങനെയാണ്. അപ്പോൾ അവർക്കൊരു വലിയ ശല്യമാണ്. അവരവിടെ കഴിയുന്നത് തങ്ങളുടെ എന്തോ ഒരു വലിയ കാര്യം അവിടെ അവരെടുത്തുകൊണ്ട് പോകുന്നു, അല്ല അവർ നോക്കിക്കാണുന്നു, അവർ മനസ്സിലാക്കുന്നു, എന്താണെന്നറിയില്ല. വൃദ്ധരായ ആളുകൾ എപ്പോഴും വീടിൻ്റെ ഐശ്വര്യമാണ്. അവർ വീട്ടിലുള്ളത് നമുക്ക് നന്മയും നല്ലതും മാത്രമേ നൽകുകയുള്ളൂ. ഈ പറഞ്ഞതുപോലെ അവരെ അടിച്ചിറക്കുമ്പോൾ, അവരെ വീട്ടിൽ നിന്ന് പുറത്താക്കുമ്പോൾ, ചവിട്ടി പുറത്താക്കുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഐശ്വര്യവും സന്തോഷവും സമാധാനവും കൂടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പലരും മനസ്സിലാക്കുന്നില്ല.
അതുപോലെ തന്നെ അടുത്ത ജനറേഷൻ ഇതൊക്കെ കണ്ടാണ് വളരുന്നത്. നമ്മളൊരാളെ കുഞ്ഞൊരു ഈർക്കിൽ കൊണ്ടടിച്ചാൽ നാളെ ദൈവം നമ്മളെ വലിയ ഉലക്ക കൊണ്ടടിക്കും എന്നുള്ള ആ ഒരു ആപ്തവാക്യം മറക്കാതെ ഇരിക്കുക. നാളെ വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ട്രാവലേഴ്സിനു എത്തുന്നതായിരിക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ അമ്മ വളരെ പരിക്ഷീണിതയാണ്. കൗസല്യമ്മ വളരെ പരിക്ഷീണിതയാണ്. വളരെ സങ്കടത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അമ്മയ്ക്ക് മകൻ്റെ ഒപ്പം പോയി ജീവിക്കാൻ കഴിയണമെന്ന് ആഗ്രഹം ഉള്ളിൻ്റെ ഉള്ളിൽ കാണുമായിരിക്കും. പക്ഷേ അതിനിപ്പോൾ ഒരു വഴിയുമില്ല. കാരണം ജിഷയിലെയാണല്ലോ വീട്. അപ്പോൾ ഇത്തരത്തിൽ പോകുന്ന മാനസികാവസ്ഥയുള്ള അമ്മമാരൊക്കെ ധാരാളം ഉണ്ടാകും. അമ്മമാരെ നിങ്ങളോട് കൂടി ഒരു കാര്യം പറയുകയാണ്. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, അമ്മമാരോടൊന്നും പറയാനില്ല. മക്കളോടും മരുമക്കളോടും മാത്രമേ പറയുള്ളൂ. അമ്മമാരെ സ്നേഹിക്കുക. അവർ നമ്മുടെ കൺകണ്ട ദൈവങ്ങളാണ്. അവരെത്രമാത്രം നമ്മളോട് തെറ്റ് ചെയ്താലും എത്രമാത്രം നമ്മളെ ബുദ്ധിമുട്ടിപ്പിച്ചാലും കുറച്ചൊക്കെ കണ്ണടയ്ക്കുക. കാരണം അവർ നമുക്ക് നൽകിയ സ്നേഹവും അവർക്ക് നമുക്ക് നൽകിയ പരിലാളനയും പരിഗണനയും ഒക്കെ നമ്മളൊന്ന് ഓർത്താൽ മാത്രം മതി. നമുക്ക് എത്രയോ എല്ലാം ക്ഷമിക്കുവാനും എല്ലാം സഹിക്കുവാനും നമുക്ക് സാധിക്കും. ഏവർക്കും നല്ലൊരു ഹൃദയം ഉണ്ടാകട്ടെ, ശുദ്ധമായൊരു മനസ്സുണ്ടാകട്ടെ എന്ന ആശംസയോടുകൂടി തൽക്കാലം നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.